Hi everyone, welcome back to our EVS class. Today we are going to studying 10th chapter, our festival. So all of you take your textbook, then open it. Page number 70, 10th chapter, our festivals. Okay, so you know the festivals. Before getting to our topic, I ask some questions. You know the festivals? What do you mean by festivals? You know the Eid, Christmas, Onam. These are the festivals. So you got the meaning of festivals? Okay, very good. So these are the festivals. In this chapter, we are studying two types of festivals. That is religious festivals and national festivals. Religious festivals and national festivals. Religious festival means, what do you mean by religion? Religion, caste. You hear this word? What is your religion? എന്താണ് നിങ്ങളുടെ റിലീജിയൻ? യു നോ ദാറ്റ് റിലീജിയസ് മീൻസ് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ് മതങ്ങളല്ലേ? ഓക്കെ, സോ റിലീജിയസ് ഫെസ്റ്റിവൽ മീൻസ് സംതിങ് റിലേറ്റഡ് ടു റിലീജിയൻ. ഓക്കെ, സംതിങ് റിലേറ്റഡ് വിത്ത് religion. So including Eid al-Fitr, Christmas, Onam, Diwali, etc. These are the religious festival. Then national festivals means something related to nation, our India. Republic Day, Independence Day, Gandhi Jayanti. These are the Children's Day. These are celebration with all India equally. എല്ലാ ഇന്ത്യക്കാരും ഈക്വലായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് നാഷണൽ ഫെസ്റ്റിവൽസ്. ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ, ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് നാഷണൽ ഫെസ്റ്റിവൽ. സോ യു നോ ദ ടു ടൈപ്സ് ഓഫ് ഫെസ്റ്റിവൽസ്. ഹിയർ ദിസ്, follow me. Religious festival and national festivals. So two types of festivals in this chapter we are studying in detail. Okay, so first we are going to study religious festival. So you know the religion, you know that Hindus, Muslim, Christian, Sikh, അങ്ങനെ കുറച്ച് റിലീജിയൻസ് ഒക്കെ അല്ലേ നമ്മളെ ഇന്ത്യയിൽ. അവരെ ഫെസ്റ്റിവൽസിനെ കുറിച്ചിട്ടാണ് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ സ്റ്റഡിയിൽ ചെറിയൊരു സ്റ്റോറി ആയിട്ടാണ് മിസ് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്ന് കേൾക്കാം. ശ്രദ്ധ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല. അപ്പോൾ ഒരുപാട് ഡൗട്ട് വരും. മനസ്സിലായോ? പറയുന്നത് നേരെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ഡൗട്ട് ഉണ്ടാവില്ല. ഓക്കെ, ഇതിൽ കുറച്ച് കാര്യം നമ്മൾ പറയുന്നു. റിലീജിയസ് ഫെസ്റ്റിവലിൽ അതിന് ഉണ്ടാവാനുള്ള കാരണങ്ങളിൽ നിന്ന് കുറച്ച് കാര്യം പറയുന്നുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി ഇൻ ദസ്റ. DUSSEHRA. ദസ്റ ഈസ് എ ഫെസ്റ്റിവൽ ഓഫ് ഹിന്ദൂസിൻ്റെ ഒരു ഫെസ്റ്റിവലാണ് ദസ്റ. ഓക്കെ, ദസ്റ ഈസ് എ ഫെസ്റ്റിവൽ ഓഫ് ഹിന്ദുസ്. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ദസ്റ ഈസ് ഓൾസോ എ ഫെസ്റ്റിവൽ ഓഫ് ഹിന്ദുസ്. ഈ ദസ്റ എന്താണെന്ന് വെച്ചാൽ, ഹോളി ബുക്കില്ലേ, ഖുർആൻ, ബൈബിൾ, രാമായണം, ഗീത, അങ്ങനത്തെ കാര്യം, ഹോളി ബുക്സ് ഇല്ലേ, ഓരോ റിലീജിയസിനും ഓരോ ബുക്സ് ഉണ്ടാവും. മുസ്ലിംസിന് ഖുർആൻ, ക്രിസ്ത്യൻസിന് ബൈബിൾ, ദെൻ ഹിന്ദുസിന് രാമായണ. അതിലെ ഹോളി ബുക്കിലെ രണ്ടാൾക്കാരെ കാര്യമാണ് റിലേറ്റഡ് ആയിട്ട് ഈ ദസറ ഉത്സവത്തിൽ പറയുന്നത്. ബിക്കോസ് ദ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ദ മാർക്ക് ടു വിക്ടറി ഓഫ് ലോർഡ് രാമ ആൻഡ് രാവണ. രണ്ട് പേരെ കുറിച്ചിട്ടാണ് മിസ് പറയുന്നത് കേട്ടോ, രാമ ആൻഡ് രാവണ. ഈ രാമ എന്താണ്? നല്ല ആളായിരുന്നു. രാവണൻ അസുരനായിരുന്നു, അതായത് ക്രൂരനായിരുന്നു. സോ ഈ ദസറ എന്നുള്ള ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്, the festival is celebrated to the mark of victory of Lord Rama. Lord Rama means it is something related to God. ദൈവത്തിൻ്റെ അവതാര പുരുഷനായിരുന്നു രാമൻ. അപ്പോൾ രാവൺ ഓവർ ദ ഡെമോൺ രാവണ. ഡെമോൺ മീൻസ് അസുരൻ, ക്രൂരനായ രാവണൻ്റെ മുകളിൽ ആധിപത്യം സ്ഥാപിച്ചതിൻ്റെ ഫെസ്റ്റിവലാണ് ദസറ. ഓക്കെ, ഇറ്റ് ഈസ് സെലിബ്രേറ്റ് 10th day ഓഫ് നവരാത്രി. നവരാത്രി, വിജയദശമി, മഹാനവമി, ഹോളിഡേയ്സ് നിങ്ങൾ കേട്ടില്ലേ, കലണ്ടറിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ വിജയദശമിയാണ് നവരാത്രി. ഈ നവരാത്രിൻ്റെ 10th daysലാണ് ഈ യുദ്ധം നടന്നത്. ഓക്കെ, രാവണൻ്റെ മുകളിൽ രാമൻ എന്ത് ചെയ്തു? തിന്മയുടെ മുകളിൽ നന്മയുടെ ആധിപത്യം വിജയം കൊയ്തതാണ് എന്ത്? ദസറ എന്ന് പറഞ്ഞ ഉത്സവം.
ഈ 10 ദിവസത്തിലെ സ്റ്റോറി രാമലീല എന്ന് പറഞ്ഞാൽ അതിലവർ പറയുന്നുണ്ട്. ഈ രാമലീല എന്ന് പറഞ്ഞത് രാമൻ്റെ ലൈഫാണ് രാമലീലയിൽ പറയുന്നത്. അപ്പോൾ അസുരൻ ക്രൂരൻ ആരാണ്? രാവണനാണ്. ദെൻ രാമനാണ് ആരെ കൊന്നത്? രാവണനെ കൊന്നത്. ഇതിൽ 10 ദിവസത്തിലാണ് എന്ത് നടക്കുന്നത്? ഈ രാമലീല എന്ന് പറഞ്ഞ സ്റ്റോറി ഈ 10 ദിവസത്തെ സ്റ്റോറിയാണ്. ഓൺ ദി 10th ഡേ, ഈ 10th ഡേയിലാണ് ദസറ നമ്മൾ ആഘോഷിക്കുക. ഓക്കെ, നവരാത്രിയുടെ അന്ന് 10th ഡേ ഓഫ് നവരാത്രിയുടെ അന്നാണ് എന്ത് ദസറ നമ്മൾ ആഘോഷിക്കുക. ഓൺ ദി 10th ഡേ എഫിഗീസ് ഓഫ് രാവണ, കുംഭകർണ ആൻഡ് മേഘനാഥ് ആർ ബേൺഡ്. കുംഭകർണൻ ഇതിൻ്റെ ബ്രോ ആയിരുന്നു, രാവണൻ്റെ ബ്രോ ആയിരുന്നു. ദെൻ മേഘനാഥ് എന്തായിരുന്നു? സണ്ണായിരുന്നു. അപ്പോൾ ഇവരെ എഫിഗീസ് അല്ലെ പ്രതിമകളൊക്കെ അന്ന് കത്തിച്ചു. ആ 10ാമത്തെ ദിവസത്തിൽ അന്ന് കത്തിച്ച് കളഞ്ഞു. അപ്പോൾ ദസറ എന്ന് പറഞ്ഞ ഉത്സവം എന്താണെന്ന് വെച്ചാൽ, ദസറ നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ് മിസ് പറയുന്നത്. ഓക്കെ, ദസറ ഈസ് എ ഫെസ്റ്റിവൽ ഓഫ് ഹിന്ദുസ്. ഇറ്റ് ഈസ് സെലിബ്രേറ്റ് മാർക്ക് ഓഫ് വിക്ടറി. വിക്ടറി എന്താണ്? വിജയം. വിക്ടറി ഓഫ് ലോർഡ് രാമ ഓവർ ദ ഡെമോൺ രാവണ. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ട ലൈന്. ഓക്കെ, ദസറ ഈസ് എ ഫെസ്റ്റിവൽ ഓഫ് ഹിന്ദുസ്. ഇറ്റ് ഈസ് എ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ദ മാർക്ക് ഓഫ് വിക്ടറി ഓഫ് ലോർഡ് രാമ ഓവർ ദ രാവണ. ഇത് എപ്പോഴാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക? 10th ഡേ ഓഫ് നവരാത്രിയുടെ 10th ഡേയിലാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. രാമൻ്റെ ലൈഫ് ഏതിലാണ് പറഞ്ഞിട്ടുള്ളത്? രാമലീലയിലാണ് രാമൻ്റെ ലൈഫ് സീൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ദസറ എന്നുള്ള ഫെസ്റ്റിവലുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പഠിക്കേണ്ടത്. ഒന്നുകൂടി മിസ്സ് കൺക്ലൂഡ് ചെയ്ത് പറയാണ്. ദസറ ഈസ് എ ഫെസ്റ്റിവൽ ഓഫ് ഹിന്ദുസ്, ഫസ്റ്റ് വൺ. ദെൻ the festival is celebrated the mark the victory of Lord Rama over the demon Ravana. Demon means ക്രൂരനായ രാവണൻ്റെ മുകളിൽ, അതായത് തിന്മയായിരുന്നു രാവണൻ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്. തിന്മയുടെ മുകളിൽ, അതായത് തിന്മയുടെ മുകളിൽ നന്മയുടെ ആധിപത്യം സ്ഥാപിച്ച് വിജയം കൊയ്തതാണ് എന്ത്? ദസറ എന്ന് പറഞ്ഞ ഉത്സവം. ഓക്കെ, സോ ഗോട്ട് ദ മീനിങ്. അപ്പോൾ ഇത്രയും കാര്യം നമ്മളതിൽ പഠിക്കേണ്ടത്. എപ്പോഴാണ് സെലിബ്രേറ്റ് ചെയ്യുക? 10th ഡേ ഓഫ് നവരാത്ര. ദെൻ രാമൻ്റെ ലൈഫ് ഷോൺ ചെയ്ത് രാമലീലയിൽ ഈസ് മാർക്ക് ഓഫ് ദ വിക്ടറി ഓഫ് ലോർഡ് രാമ ഓവർ ദ ഡെമോൺ രാവണ. ഓക്കെ, ദെൻ വി ആർ ഗോയിങ് ടു സ്റ്റഡി സെക്കൻഡ് ഫെസ്റ്റിവൽ ഓഫ് ഹിന്ദുസ് ഈസ് ദീവാലി. ഓക്കെ, ദീവാലി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സെലിബ്രേറ്റഡ് 20 ഡേ ആഫ്റ്റർ ദസറ. ഈ ദസറ കഴിഞ്ഞിട്ട് 20 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ദീവാലി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. ഓക്കെ, 10th ഡേ ഓഫ് നവരാത്രിയാണ് നമ്മൾ ദസറ സെലിബ്രേറ്റ് ചെയ്യുക. ദെൻ ആഫ്റ്റർ 20 ഡേയ്സ് വി ആർ സെലിബ്രേറ്റഡ് ടു ദീവാലി. ദീവാലി ഈസ് ആൾസോ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്. നിങ്ങൾക്കറിയാമല്ലോ, ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റാണ്, ലൈറ്റിൻ്റെ ഫെസ്റ്റിവലാണ് ദീവാലി. ഇത് ഈ രാവണനെ കൊന്ന ശേഷം രാവണൻ ഇങ്ങോട്ട് വരും, അയോധ്യ എന്ന് പറയുന്ന നാട്ടിലേക്ക് തിരിച്ചു വരും. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ സെലിബ്രേറ്റ് ചെയ്തതാണ് ദീപാവലി. 20 ദിവസത്തിന് ശേഷം രാമൻ അയോധ്യയിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവിടുത്തെ ജനങ്ങൾ സെലിബ്രേറ്റ് ചെയ്തതാണ് ദീപാവലി. ലൈറ്റൊക്കെ കത്തിച്ച് രാവണനെ വരവേറ്റതാണ് ദീപാവലി എന്ന് പറഞ്ഞ ഫെസ്റ്റിവൽ. സോ അതിന് ശേഷം നവരാത്രിയുടെ 20 ഡേയ്സ് കഴിഞ്ഞാൽ ദീപാവലി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. 10 ഡേ ഓഫ് നവരാത്രിക്ക് ദസറയും സെലിബ്രേറ്റ് ചെയ്യും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം. ഇറ്റ് ഈസ് ആൾസോ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ് അല്ലേ. ഹൗസസ് ആർ ക്ലീനഡ് ആൻഡ് ഡെക്കറേറ്റഡ് വിത്ത് ലൈറ്റ്സ്. നമ്മൾ നന്നായിട്ട് ഹൗസൊക്കെ ക്ലീൻ ചെയ്ത് ലൈറ്റ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യും അല്ലേ. ചിൽഡ്രൻസൊക്കെ എന്ത് ചെയ്യും? ബ്രൈൻ ക്രാക്കേഴ്സ് ബേൺ ചെയ്യും. എക്സ്ചേഞ്ച് സ്വീറ്റ്സ് എക്സ്ചേഞ്ച് ചെയ്യും. കാരണം നമ്മൾ സന്തോഷത്തിൻ്റെ ഫെസ്റ്റിവൽസൊക്കെ നമുക്ക് എന്താണ് ഹാപ്പി ആൻഡ് ജോയ്നെസ് അല്ലേ. ഫെസ്റ്റിവൽസ് നമുക്ക് എന്താ ശരിയാ എപ്പോഴും ഫെസ്റ്റിവൽസ് ബ്രിങ് ജോയ് ആൻഡ് ഹാപ്പിനെസ് ഇൻ അവർ ലൈഫ്. എപ്പോഴും ഫെസ്റ്റിവൽസ് വരുമ്പോൾ ഈദായാലും ക്രിസ്മസ് ആയാലും ഓണമൊക്കെ വരുമ്പോൾ നമുക്ക് എന്താണ് ജോയ് ആൻഡ് ഹാപ്പിനെസ് അല്ലേ നമ്മുടെ ലൈഫിനായാലും ടു മൈൻഡ്. ഓക്കെ, ദെൻ ടു കവർ ദ മെസ്സേജ് ഓഫ് യൂണിറ്റി എമംഗ് ദ പീപ്പിൾസിൽ എമംഗ് യൂണിറ്റി ഉണ്ടാവും അല്ലേ. അവർ തമ്മിൽ ക്ലോസ് റിലേഷൻ ആവും. പീപ്പിൾ സിങ് ഡാൻസ് ഡ്യൂറിങ് ഫെസ്റ്റിവൽസ്. ദേ ആർ പ്രിപ്പയർഡ് ടു ഷെയർ സ്വീറ്റ്സ് ഷെയർ ചെയ്യും, ന്യൂ ഡിഷസ് മേക്ക് ചെയ്യും. ദെൻ സ്വിങ് ആൻഡ് ഡാൻസ് ഇൻ എ ഫെസ്റ്റിവൽസ്. ഓൾ ഫെസ്റ്റിവൽസ് ആർ ലൈക്ക് സിമിലർ ടു ഓൾ religion, not a difference between your religion is Hindus or Muslims. All are celebrated Diwali, Onam, Eid ul-Fitr, all are same in our Kerala. Okay, എല്ലാവരും റിലീജിയസിൻ്റെ ഡിഫറൻസ് ഇല്ലാതെ എല്ലാവരും ഒരു ഫെസ്റ്റിവൽസ് ഒക്കെ എല്ലാവരും എന്ത് ചെയ്യാറുണ്ട്? ഹാപ്പിനെസ് ആവാറുണ്ട്. ഇൻ ദിസ് ടൈം ഓഫ് ദീപാവലി പീപ്പിൾ വർഷിപ്പ് ദ ലോർഡ് ഗണേഷിനെ നമ്മൾ എന്ത് ചെയ്യും?
അവർ ഗണേശന് പ്രാർത്ഥിക്കും. ടു ഗോഡസ് ലക്ഷ്മി, ലക്ഷ്മിക്ക് വേണ്ടി, ഐശ്വര്യത്തിന് വേണ്ടി ലക്ഷ്മിയുള്ള ദൈവത്തിനെയും അവർ പ്രാർത്ഥിക്കും. വിഘ്നങ്ങളൊന്നുമില്ലാതെ നെക്സ്റ്റ് ഇയർ നല്ല ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് ഗണപതിനെയും അവർ പ്രാർത്ഥിക്കും. ടു ലോഡ്സ് ആണ് ഇതിൽ ദീപാവലിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. ലോർഡ് ഗണേഷ് ആൻഡ് ഗോഡസ് ലക്ഷ്മി, രണ്ടാൾക്കാരെ കുറിച്ചിട്ടാണ് ദീപാവലി പറയുന്നത്. സോ ഈ ദീപാവലി നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ദീപാവലി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫെസ്റ്റിവൽ ഓഫ് ഹിന്ദുസ്. ഇറ്റ് സെലിബ്രേറ്റഡ് 20 days ആഫ്റ്റർ ദസറ. ഇപ്പോൾ എപ്പോഴാണ് നമ്മൾ ദീപാവലി സെലിബ്രേറ്റ് ചെയ്യുക? 20 days ആഫ്റ്റർ ദസറ. ദസറ കഴിഞ്ഞിട്ട് 20 ദിവസം കഴിഞ്ഞിട്ടാണ് ദീപാവലി സെലിബ്രേറ്റ് ചെയ്യുക. ഇറ്റ് ഈസ് എ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്. ദീപാവലി ഈസ് എ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്. ഇറ്റ് ഈസ് സെലിബ്രേറ്റഡ് ഫെസ്റ്റിവൽ ടു മാർക്ക് ഓഫ് റിട്ടേൺ ലോർഡ് രാമ ടു ദ അയോധ്യ. ലോർഡ് രാമ റിട്ടേൺ, തിരിച്ചു വന്നു ലോർഡ് രാമ ടു അയോധ്യ ആഫ്റ്റർ കില്ലിങ് ഡമോൺ രാവണ. രാവണനെ കൊന്നതിന് ശേഷം രാമൻ അയോധ്യയിലേക്ക് വന്നപ്പോൾ അവിടുത്തെ ജനങ്ങൾ ആഘോഷിച്ചതാണ് എന്ത്? ദീപാവലി. ഓക്കെ, ഇതിൽ പറയുന്ന കാര്യം മിസ് ഓരോന്നായിട്ട് പോയിൻ്റായിട്ട് നോട്ടായിട്ട് തരാം കേട്ടോ, പഠിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ദെൻ യു നോ ഓൾസോ ദ ഈദ് ഉൽ ഫിത്തർ. യു നോ ദ ഈദ് ഉൽ ഫിത്തർ. ഈദ് ഉൽ ഫിത്തർ ഈസ് എ ഫെസ്റ്റിവൽ ഓഫ് മുസ്ലിം. ഇറ്റ് ഈസ് സെലിബ്രേറ്റ് ആഫ്റ്റർ മന്ത് ലോങ് ഫാസ്റ്റിംഗ് കാൾഡ് റംസാൻ. 30 days അല്ലെങ്കിൽ 29 days ലോങ് ഫാസ്റ്റിംഗ് ചെയ്യും അല്ലേ? നമ്മൾ പട്ടിണി കിടന്നിട്ട് റംസാൻ കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുക? ഈദ് ഉൽ ഫിത്തർ സെലിബ്രേറ്റ് ചെയ്യുക. ആഫ്റ്റർ 30 days 1 month ഒരു മന്ത് ഫുള്ള് ഫാസ്റ്റിംഗ് ചെയ്തതിന് ശേഷം പിന്നത്തെ ദിവസം എന്തായി? ഹാപ്പി ആൻഡ് ജോയ്നസ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. വിയറിങ് ന്യൂ ഡ്രസ് ആൻഡ് ഷെയറിങ് സ്വീറ്റ്സ്, ഗോ ടു ദ മോസ്ക് അല്ലേ? എല്ലാം ചെയ്യാറുണ്ട് ഈദ് ഉൽ ഫിത്തറിന്. then people wish each other to Eid Mubarak after seeing the moon അല്ലേ? മൂൺ കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക? tomorrow is Eid. Okay, so people wish to Eid Mubarak, then to go to mosque for prayer. Younger sister get Eid from the elders. Eid എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? some small money with a happiness or joy അല്ലേ? സ്മൈലോട് കൂടി ചെറിയ സിമ്പിൾ മണി ആണെങ്കിൽ, കുറച്ച് ക്യാഷ് ആണെങ്കിൽ എന്ത് ചെയ്യും? വലിയവർ ചെറിയവർക്ക് എന്ത് ചെയ്യും? ക്യാഷ് കൊടുക്കും. ദാറ്റ് ഈസ് കാൾഡ് ഈദി. ആ ക്യാഷിന് എന്ത് പറയുക? ഈദി കൊടുക്കുക. ഓക്കെ, ദെൻ സെവൈൻ എ സ്വീറ്റ് ഡിഷ് സ്പെഷ്യലി പ്രിപ്പയർഡ് ഓൺ ഈദ്. ഈദിന് സെവൈൻ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ ഡിഷ് എന്ത് ചെയ്യും? പ്രിപ്പയർ ചെയ്യുകയും ചെയ്യും. ബിരിയാണിയൊക്കെ വെക്കാറില്ല, അതേപോലെ സ്പെഷ്യൽ ഡിഷാണ് ഈദ് ഉൽ ഫിത്തറിന് സെവൈൻ. സോ ഇതിൽ ഈദ് ഉൽ ഫിത്തറിൽ നമ്മൾ പഠിക്കുന്നത് ഈദ് ഉൽ ഫിത്തർ ഈസ് ദ ഫെസ്റ്റിവൽ ഓഫ് മുസ്ലിം. Then it is celebrated after month during long fasting called Ramzan. After it is celebrated after month long fasting Ramzan. Then Eid means younger get Eid from the elders. Then sevain is a sweet dish of special prepare on Eid. Then next one is Christmas. You know the Christmas, this festival of Christians. The festival of Christians. You know the Christmas is 20th December. December 20th ക്രിസ്മസ് ഹാപ്പി ചെയ്യുക. ഈദ് ഉൽ ഫിത്തറിന് കറക്റ്റ് ഡേറ്റ് ഇല്ലാത്ത എന്താണ്? ആഫ്റ്റർ സീയിങ് മൂൺ അല്ലേ? മൂണ് കണ്ടതിന് ശേഷം അക്കോർഡിംഗ് ടു ദ അറബിക് കലണ്ടറിന് അക്കോർഡ് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുക? ഈദ് ഉൽ ഫിത്തർ ക്രിയേറ്റ് ചെയ്യുക. സോ ഇത് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ 25th December, 25 December 25 എന്താണ്? ക്രിസ്മസ് ആണ്. ഓക്കെ, every year December is every year it is celebrated 25th December. It is the birthday of Jesus Christ. It is the birthday of Jesus Christ. Jesus Christൻ്റെ ബർത്ത്ഡേ ആയിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് ക്രിസ്മസ്. We can see the Christmas trees, stars. It is included in the Christmas അല്ലേ? ക്രിസ്മസ് പറയുമ്പോൾ നമുക്ക് ആദ്യം സ്റ്റാർസ്, ക്രിസ്മസ് ട്രീ, decorated carols and hymns are sung in the churches. You can look at this picture. These are the ചർച്ചസ് അവരെ പള്ളിയിൽ എന്തൊക്കെയും കാരോൾസ് ഉണ്ടാവും, ഹാമൻസ് ദെൻ സങ് ഇൻ എ ചർച്ചസ്. സാന്താക്ലോസ് ബ്രിങ്സ് ഗിഫ്റ്റ് ഫ്രം ചിൽഡ്രൻ. സാന്താക്ലോസ് എന്ന് പറഞ്ഞ ഒരാൾ എന്ത് ചെയ്യും? ഗിഫ്റ്റ് കൊണ്ടുവരും ചിൽഡ്രൻസിന് വേണ്ടിയിട്ട് ക്രിസ്മസിന്. ഓക്കെ, ദെൻ പീപ്പിൾ എക്സ്ചേഞ്ച് ഗിഫ്റ്റ്സ്, ദേ എൻജോയ് ദ ടർക്കീസ് ആൻഡ് കേക്ക്സൊക്കെ കട്ട് ചെയ്യുന്നതിനാണ്? ക്രിസ്മസിനാണ്. ഓക്കെ, so it is a festival of Christmas. It is celebrated 25th every year. It is a birthday of Jesus Christ. Santa Claus bring a birthday gift. Santa Claus bring gift for children. These are related to Christmas. So we are studying 4 festivals: Dasara, Diwali, Eid ul Fitr and Christmas. Then also is Onam. You know the Onam? Onam is festival of people of Kerala. കേരളത്തിലെ ഉത്സവമാണ് എന്ത്? ഫെസ്റ്റിവൽ ഓഫ് കേരള.
Onam is the festival of the people of Kerala. It is harvest festival of people decorate their house with rangoli. Rangoli, you know the rangoli? നമ്മൾ പൂക്കളിടാറില്ലേ മുറ്റത്ത്, അതാണ് രംഗോളി. ബോട്ട് റൈസ് ഈസ് ദ സ്പെഷ്യൽ ഫീച്ചർ ഓഫ് ദി ഫെസ്റ്റിവൽ. ഈ ഓണത്തിനാണ് എന്ത് ബോട്ട് റൈസ് ഉണ്ടാവുക. അത് ഈ ഓണത്തിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സാണ്. ഓണത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പിന്നെ അറിയില്ലേ. സോ ഇറ്റ് ഈസ് സ്റ്റഡി ഇൻ ദിസ് ചാപ്റ്റർ ഇൻ സ്മാൾ തിങ്സ്. ഓണം ഈസ് എ ഫെസ്റ്റിവൽ ഓഫ് പീപ്പിൾ ഓഫ് കേരള. ഇറ്റ് ഈസ് ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ. Then people decorate with their house with rangoli. Then boat rice is special rice of the special features of the festival Onam. Okay. Then next we are going to study in Holi. Holi, HOLI. Holi is a festival of Hindus. ഇതെന്താണ് ഹിന്ദുസിൻ്റെ ഒരു ഫെസ്റ്റിവലാണ്. ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ് എന്താണ് ദീപാവലി. ദിസ് ഈസ് ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ്. ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ് ആണ് എന്ത് ഹോളി. ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ് ആണ് ദീപാവലി. ആ സമയത്ത് എന്ത് ചെയ്യും, സ്പ്രിങ് കളേഴ്സ് എല്ലാവരുടെ ദേഹത്തേക്കും ന്യൂ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് സ്പ്രിങ് ചെയ്യും കളേഴ്സ്. സോ ഹോളി മീൻസ് ദ ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ്. ദ Diwali is festival of lights. In this pitchkaris, you know the pitchkaris, water gun. പിച്ചുകാരി മീൻസ് വാട്ടർ ഗൺ. ചിൽഡ്രൻ പ്ലേ വിത്ത് പിച്ചുകാരീസ്. അപ്പോൾ അതിൽ പിച്ചുകാരീസിൽ വാട്ടർ ഗണ്ണിൽ എന്തുണ്ടാവും, വിത്ത് കളേഴ്സ്. ദ സ്പ്രിങ് കളേഴ്സ്. പീപ്പിൾ ത്രോ കളേഴ്സ് ഓൺ ഈച്ച് അതേഴ്സ്. ചിൽഡ്രൻ പ്ലേ പിച്ചുകാരീസ് വിത്ത് വാട്ടർ ഗൺ. ഗുജിയാസ് ഇസ് പെർട്ടിക്കുലർ ഡിഷ് ഫോർ ദ ഹോളി. സേവിയൻ ഇൻ ദ പെർട്ടിക്കുലർ ഡിഷ് ഫോർ ദ ഈദ്. ഈദിന് സ്പെഷ്യൽ ഫുഡാണ് സേവിയൻ. ഗുജിയാസ് ഹോളിയിലെ സ്പെഷ്യൽ ഫുഡാണ്. ഓക്കെ. സ്പ്രിങ്ങിങ് സീസണിലാണ് ഈ ഹോളി സെലിബ്രേറ്റ് ചെയ്യുക. സോ വി ആർ സ്റ്റഡിയിങ് ദ ഹോളി, ദസറ, ഓണം, ഈദുൽ ഫിത്തർ, ക്രിസ്മസ് ആൻഡ് ദീപാവലി. ഓക്കെ. ദെൻ ലാസ്റ്റ് വൺ ഈസ് റിലീജിയസ്. ഫസ്റ്റ് ഓൺലി ലെഫ്റ്റ് ഗുരുപുറാവ്. ഗുരു നാനാക്ക് ജയന്തി. ഓക്കെ. ഇറ്റ്സ് എ ഫെസ്റ്റിവൽ ഓഫ് സിഖ് മതക്കാര ഫെസ്റ്റിവലാണ് ഗുരുപുറാവ്. ഇറ്റ്സ് എ ബർത്ത്ഡേ ഓഫ് ശ്രീ ഗുരു നാനാക്ക് ദേവജി. അവരെ മെയിൻ ആളായ ശ്രീ ഗുരു നാനാക്ക് ദേവജിയുടെ ബർത്ത്ഡേ ആണ് എന്ത് ഗുരുപുറാവ് അല്ലെങ്കിൽ ഗുരു നാനാക്ക് ജയന്തി. അപ്പോൾ ഇറ്റ്സ് എ ബർത്ത്ഡേ ഓഫ് ജീസസ് ക്രിസ്റ്റ്. നമ്മൾ പറഞ്ഞില്ലേ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുക ബർത്ത്ഡേ ഓഫ് ജീസസ് ക്രിസ്റ്റ് ആണ്. സോ സെയിം ഇൻ ഇറ്റ്സ് എ ബർത്ത്ഡേ ഓഫ് ശ്രീ ഗുരു നാനാക്ക് ദേവജി. ശ്രീ ഗുരു നാനാക്ക് ദേവജിയുടെ ബർത്ത്ഡേ ആണ് എന്ത് ഗുരുപുറാവായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറ്. ഇതിൽ സ്പെഷ്യൽ ഫുഡാണ് ഗുരുപുറാവിൽ ലങ്കാർ സ്പെഷ്യൽ ഫുഡ്. ദെൻ ഗോ ടു പ്രെയർ ഫോർ ദി ഗുരുദ്വാർസ്. ഗുരുദ്വാരയാണ് എന്ത് അവരുടെ പ്രെയർ പ്ലേസ്. ചർച്ച്, മോസ്ക് എന്നൊക്കെ പറയുന്ന പോലെ ഗുരുദ്വാരയാണ് അവരുടെ പ്രെയർ പ്ലേസ്. അവർക്ക് പീപ്പിൾ പ്രേയേഴ്സ് ചെയ്യാൻ വേണ്ടി അവിടത്തേക്ക് പീപ്പിൾസ് ഗോ ടു ഗുരുദ്വാര ടു ഓഫർ പ്രേയേഴ്സ് ആൻഡ് ഫ്രീ ഫുഡ് ഫോർ ലങ്കാർ ഈസ് ഗിവൻ ടു ഓൾ. എല്ലാവർക്കും ലങ്കാർ എന്ന് പറഞ്ഞാൽ ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ. ചർച്ചസൊക്കെ ക്രിസ്മസിന് ഡെക്കറേറ്റ് ചെയ്യുന്ന പോലെ, മോസ്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഗുരുദ്വാര ഡെക്കറേറ്റ് ചെയ്യും. എന്ന് ഗുരുപുറവിൻ്റെ അന്ന്, ഗുരുനാനാക്ക് ജയന്തിൻ്റെ അന്ന് ഗുരുദ്വാര ഡെക്കറേറ്റ് ചെയ്യും. മോസ്ക് അവരുടെ പ്രെയർ പ്ലേസ് ആണ് ഗുരുദ്വാര. സോ ഗുരുപുറാവ ഈസ് എ ഫെസ്റ്റിവൽ. ദ ഗുരുദ്വാരയാണ് അവരെ റിലീജിയസ് പ്ലേസ്. അവർ പ്രയറിങ് പ്ലേസ് ഗുരുദ്വാരയാണ്. അത് ഡെക്കറേറ്റ് ചെയ്യും. ദീപാവലിയിൽ ഹൗസൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഗുരുപുറാവ് അവർ സിഖുകാരുടെ ഫെസ്റ്റിവലാണ്. സോ അവർ ഡെക്കറേറ്റ് ചെയ്യും, ഗുരുദ്വാര ഡെക്കറേറ്റ് ചെയ്യും. ദെൻ ഗുർബാണി ഫ്രം ഗുരുനാനാഥ് സാഹിബ് എഴുതിയ ഗുർബാണി ഈസ് എ റിലീജിയസ് ബുക്ക്. നമ്മൾ ഖുർആനും ബൈബിളൊക്കെ പോലെ തന്നെ അവർ സിങ് ചെയ്യും. അത് വായിക്കും അവർ. അത് ഹിംസാണ് കേട്ടോ. അതൊരു റിലീജിയസ് സോങ് ആണ്. അത് അവർ സങ് ചെയ്യും ആ ടൈമിൽ. ദെൻ ഓഫേഴ്സ് എ ഫ്രീ ഫുഡ് ലങ്കാർ ഓഫർ ചെയ്യും. ഇതൊക്കെയാണ് ഗുരുപുറാവിൽ ഗുരുനാനാക്ക് ജയന്തിയാണ് ഗുരുപുറാവ് എന്ന് പറയുന്നത്. ദിസ് എ ഫെസ്റ്റിവൽ ഓഫ് സിഖ്. ഗുരുപുറാവ് ഫെസ്റ്റിവൽ ഓഫ് സിഖ് മതക്കാരുടെ ഫെസ്റ്റിവലാണ് ഗുരുപുറാവ്. ഇറ്റ്സ് എ ബർത്ത്ഡേ ഓഫ് ശ്രീ ഗുരു നാനാക്ക് ജയന്തി. ശ്രീ ഗുരു നാനാക്ക് ദേവ്ജിയുടെ ബർത്ത്ഡേ ആണ് എന്തായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഗുരുപുറാവായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഗുരുദ്വാര ഡെക്കറേറ്റഡ്, പീപ്പിൾ ടേക്ക് ഔട്ട് ബിഗ് പ്രൊസഷൻസ് ആൻഡ് ഗുർബാണി ഫ്രം ഗുരുനാനാക്ക് സാഹിബ് ഈസ് സങ്. പീപ്പിൾ ഗോ ടു ഗുരുദ്വാര ടു ഓഫർ പ്രേയേഴ്സ്. ചർച്ചിലൊക്കെ പോകുന്ന പോലെ തന്നെ, മോസ്കിലൊക്കെ ഈദിന് പോകുന്ന പോലെ തന്നെ ഗുരുപുറാവിന് സിഖുകാർ എവിടെയൊക്കെ പോവുക ഗുരുദ്വാരയ്ക്ക് ഫോർ പ്രയർ.
ഫ്രീ ഫുഡ് ഫോർ ലങ്ക ടു ഗീവ് ടു ഓൾ. എല്ലാവർക്കും നമ്മൾ കമ്മ്യൂണിറ്റി കിച്ചണാണ് എന്ത് ലങ്ക എന്ന് പറയുന്നത്. ആ ഫുഡ് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ആ ടൈമിൽ. ഓക്കെ, സോ അവർ ഫെസ്റ്റിവൽ, റിലീജിയസ് ഫെസ്റ്റിവൽ നമ്മൾ ദീപാവലി, ഈദുൽ ഫിത്തർ, ക്രിസ്മസ്, ഗുരുപുറാവ്, ഓണം, ദസറ, ഹോളി. അപ്പോൾ ക്ലിയർ ആകുമെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ദെൻ ഓക്കെ, ടുഡേ എനഫ് ടുഡേ ഇന്നൊക്കെ ഉള്ളതായിട്ടുണ്ട്. ഈ ടേമിൽ ഒരുപാട് ഫെസ്റ്റിവൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒക്കെ നേരെ വായിക്കുക കേട്ടോ. ചാപ്റ്റർ ഒരുപാട് തവണ ഇന്ന് വായിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് തന്നെ പഠിക്കാൻ നോക്കാം. ഇതിൽ ഓരോ ദീപാവലിക്കും ഈദുൽ ഫിത്തറിനും ക്രിസ്മസിനും ഗുരുപുറാവിനൊക്കെ സിമ്പിൾ നോട്ടാക്കിയിട്ട് മിസ് തരാം. അത് നോട്ടിൽ കോപ്പി ചെയ്തിട്ട് അത് ഇരുന്ന് പഠിക്കണം കേട്ടോ. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം മിസ്സിനോട്. ദെൻ ഓക്കെ, താങ്ക് യു. എല്ലാവരും അപ്പോൾ അപ് ടു ഡേറ്റ് ആയിട്ട് നോട്ട് കംപ്ലീറ്റ് ചെയ്യുക. നോട്ട് ക്ലിയർ ആവാതിരിക്കരുത്, കംപ്ലീറ്റ് ആവാതിരിക്കരുത്. ദെൻ എഴുതുമ്പോഴൊക്കെ ലൈന് ടച്ച് ചെയ്ത് എഴുതുക. സ്റ്റാർട്ടിങ് ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ കീപ്പ് ചെയ്യുക. നോട്ടൊക്കെ സെൻഡ് ചെയ്യുന്നതൊക്കെ നീറ്റ് തന്നെയാണ്. നീറ്റായിട്ട് എഴുതാൻ ശ്രമിക്കുക. അതിന് ആരെക്കൊണ്ടും എഴുതിപ്പിക്കരുത്. ടൈം എടുത്ത് എഴുതാൻ നിങ്ങൾ തന്നെ കംപ്ലീറ്റ് ചെയ്യുക. എഴുതി കഴിഞ്ഞാൽ മെമ്മറിയിൽ അത് എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്ത് വെക്കും. സോ നിങ്ങൾക്ക് എക്സാമിന് എഴുതിയ ഓർമ്മയെങ്കിലും ഉണ്ടാവും. ഓക്കെ, നന്നായിട്ട് ചാപ്റ്റർ റീഡ് ചെയ്യണം, എന്നിട്ട് നോട്ട് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നാഷണൽ ഫെസ്റ്റിവൽസ് കംപ്ലീറ്റ് ചെയ്യും. സോ ഒരു ന്യൂ വേർഡ് ഉണ്ട്. ക്രിസ്മസിലും ഗുരുപുറാവിലും നമ്മൾ പഠിക്കുന്നുണ്ട്. ഹിംസ്, HYMNS. N is silent here. Hymns. How to pronounce this? Like this, hymns. So hymns means religious song, praise to God. Religious songിനാണ് ഹിംസ് എന്ന് പറയുക. ക്രിസ്മസിന് ചർച്ചിലൊക്കെ റിലീജിയസ് സോങ്സ് സങ് ചെയ്യാറുണ്ട്. ഇൻ ദിസ് കേസ് ഓഫ് ഗുരുപുറാവിൽ ഗുർബാണി ഫ്രം ഗുരുനാനാഥ് സാഹിബിൻ്റെ സങ് ചെയ്യുന്നതും ഹിംസ് ആണ് കേട്ടോ. സോ ഹിംസ് എന്നാണ് അതിൽ പറയുക. ഓക്കെ, ദിസ് ന്യൂ വേർഡ് ഹിയർ. Okay, thank you children. Bye.